ഹായ്. അപ്പൊ ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെ പാപ്പനംകോട് എസ്റ്റേറ്റിനകത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് പാപ്പനംകോട് എസ്റ്റേറ്റിനകത്തോട്ട് കയറുമ്പോൾ തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ ഒരുപാട് കാർപ്പൻറ്റേഴ്സും കോൺട്രാക്ടേഴ്സും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ പഴയ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വർക്ക് എടുക്കുന്ന സൈറ്റിൽ തന്നെ കൊണ്ടുവന്ന് ഈ പ്ലൈവുഡ് അല്ലെങ്കിൽ WPCO എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടുവന്ന് അവിടെ കിട്ടിയതിനെ കട്ട് ചെയ്തു, പിന്നെ എഡ്ജ് ബാൻഡ് പൊട്ടിക്കുമ്പോൾ അതിന്റെ രണ്ട് സൈഡൊക്കെ ഒരുപാട് പൊളിച്ചിലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ വച്ച് ഞങ്ങൾ നോക്കിയിട്ട് ചെയ്തൊരു സംരംഭമാണ്. ഇപ്പം കഴിഞ്ഞ മാസം 15-ാം തീയതി ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡ് ഇപ്പൊ പ്ലൈവുഡ് ആയിരുന്നാലും WPC ആയിരുന്നാലും അല്ലെങ്കിൽ HDF ആയിരുന്നാലും അക്രലിക് കൊണ്ടുവന്നാലും നമ്മളിപ്പോൾ ഒരു 50 ടൺ വെയിറ്റ് പ്രഷർ ചെയ്യുന്ന ഹൈഡ്രോളിക് ആയിട്ടുള്ള മെഷീനിലാണ് പ്രസ് ചെയ്യുന്നത്. പ്രസ് ചെയ്തതിനു ശേഷം അതിന് നമ്മൾ ഏകദേശം ഒരു 40 സെന്റിമീറ്ററോളം റൗണ്ട് ആയിട്ടുള്ള ബ്ലേഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് പാനൽ സോയിൽ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനിൽ ഫുള്ള് കട്ടിങ് ചെയ്തു. അതിൽ വേറെ പൊളിച്ചുള്ള കാര്യങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അതെല്ലാം ചെയ്തു. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ എഡ്ജ് ബാൻഡ് മെഷീനുണ്ട്. അതിൽ നമുക്ക് തിക്നെസ് കൂടിയ എഡ്ജ് ബാൻഡ് ചെയ്യാൻ പറ്റും. അതിൽ കോർണർ റൗണ്ടിങ്ങും രണ്ട് സൈഡ് റൗണ്ടിങ്ങും കർവിങ്ങും വരുന്ന മെഷീനറി ഓട്ടോമാറ്റിക് മെഷീനാണ് ഉള്ളത്. അപ്പോൾ അത് 0.8 ചെയ്യാൻ പറ്റും, 2mm ചെയ്യാൻ പറ്റും, 45mm വരുന്ന അതിന്റെ 2mm 45.8 ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പീസായിട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ കാർപ്പൻറ്റേഴ്സ് ഒരു ലിസ്റ്റ് എഴുതി തരും. ഇപ്പൊ പോലെ ഒരു അലമാരയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര പീസും വരും എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പൊ ഇതിന്റെ ഓരോ പീസായിട്ട് എഴുതി തരുന്ന സമയത്ത് ഞങ്ങൾ അതിനവിടെ കൊണ്ടുവന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയറിൽ കൊടുക്കുമ്പോൾ അത് നമുക്ക് എത്ര ഷീറ്റ്, അതിന്റെ എത്ര ലാമിനേഷൻ എന്നുള്ള, എത്ര മീറ്റർ എഡ്ജ് ബാൻഡ് എന്നുള്ള കാര്യമെല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു അല്ലെങ്കിൽ ലിസ്റ്റ് തന്നിരുന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ലിസ്റ്റ് തരുന്നതായിരിക്കും. നിങ്ങൾ എത്ര പ്ലൈവുഡ് നമുക്ക് തരണം, എത്ര മൈക്ക് തരണം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ കളറും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇവിടെ തന്നെ ഫുള്ള് വർക്കെല്ലാം ചെയ്ത് പീസായിട്ട് തരുമ്പോൾ ഒരു കാർപ്പൻറ്റേഴ്സിന് സുഖമായിട്ട് ഇപ്പോൾ ഒരു അലമാര നമുക്കിപ്പോ സൈറ്റിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 ദിവസമൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഒരു 3 ദിവസം എടുക്കും. അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് എഡ്ജ് ബാൻഡ് ഒക്കെ ചെയ്ത് ഡ്രോയറൊക്കെ ഫിറ്റ് ചെയ്ത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത കാര്യം എന്ന് പറഞ്ഞാല് ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനം ഒരു 2 പേര് നിന്ന് കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് മുന്നേ ഒരു അലമാര സെറ്റ് ചെയ്ത് ഡോറെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ക ക്വാളിറ്റി, 100% ക്വാളിറ്റി ആയിട്ട് വർക്ക് ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സംഭവം പോലെ തോന്നും. അപ്പൊ ആ ഒരു രീതിക്ക് ചെയ്യുന്ന ഒരു സംരംഭമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ബന്ധപ്പെടുക, കാർപ്പൻറ്റേഴ്സ് ആയിരുന്നാലും കോൺട്രാക്ടേഴ്സ് ആയിരുന്നാലും ഞങ്ങളെ വിളിക്കുക. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്റീരിയർ, ലിവിങ്, പിന്നെ ഡൈനിങ്, മോഡുലാർ കിച്ചൺ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ധൈര്യമായിട്ടും നമുക്ക് വർക്ക് തന്നു കഴിഞ്ഞാൽ 100% പെർഫെക്റ്റ് ആയിട്ടും അത് നല്ല രീതിയിലും, അതും സമയം നമുക്കിവിടെ ഇപ്പോൾ ഒരു കാർപ്പൻറ്റേഴ്സ് കൊണ്ടുപോയി സമയം വലിയ സമയം എടുക്കത്തില്ല. ഇപ്പൊ ഇന്ന് നിങ്ങൾ മെറ്റീരിയൽ നമുക്ക് ഫുള്ള് തരുവാണെങ്കിൽ ഇന്ന് നമ്മൾ പ്രസ്സിങ്ങിന് കയറ്റി കഴിഞ്ഞാൽ നാളെ എടുത്ത് കട്ട് ചെയ്ത് എഡ്ജ് പെയിന്റ് ചെയ്ത് നമുക്ക് മറ്റന്നാൾ ഡെലിവറി ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും സാധനം. അതേപോലെ തന്നെ നമ്മുടെ ഓൺ വർക്ക് ആയിരുന്നാലും നമുക്കൊരു 15 ദിവസമാണ് പറയുന്നത്. അത് അവിടെ ഇപ്പൊ അതിനുള്ള 3D വരച്ചു, പിന്നെ 2D ആയി, പിന്നെ അതിനെ നമ്മൾ ലിസ്റ്റ് ആക്കി, പിന്നെ അതിന്റെ ലാമിനേഷനും പ്ലൈവുഡും കാര്യങ്ങളെല്ലാം ഓർഡർ കൊടുത്ത് വന്ന് പിന്നെ ഫാക്ടറിയിൽ വെച്ച് തന്നെ എല്ലാം ചെയ്ത് മിനി ഫിക്സ് ഉൾപ്പെടെ ചെയ്ത് സൈറ്റിൽ കൊണ്ട് ഫിക്സ് ചെയ്യാൻ ചെയ്യും. നമുക്ക് മാക്സിമം സൈറ്റിൽ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് 30-40 ദിവസമൊന്നും നമുക്ക് വേണ്ട. കൂടി ഒരു 18 അല്ലെങ്കിൽ 20 ദിവസത്തിനകത്ത് വെച്ചിട്ട് നമുക്ക് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഫോർമാക്സിനെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.